ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു പോർട്ടബിൾ പ്ലാസ്റ്റിക് ഡ്രോയറിനാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണിത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതുപോലൊരു ചാനലിൽ അഡ്വർടൈസിങ് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് പൊട്ടിച്ച് നോക്കാം. ആദ്യം തന്നെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ബോക്സുകളാണ്. എടുത്ത് നോക്കാം. അതിലിപ്പോൾ 2 സെറ്റായിട്ടാണ് ഇരിക്കുന്നത് തോന്നുന്നു. അമ്മൂസ് അതിൽ നിന്ന് എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവളെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല എടുക്കാനായിട്ട്. അപ്പം ഞാനും മമ്മിയും അമ്മും കൂടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ക്യാമറ പിടിക്കുന്നത്, മമ്മിയാണ് ഇത് അഴിക്കുന്നത്. അമ്മൂസ് എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഈ വൈറ്റ് കളറിലുള്ളത് മറ്റേതാണെന്ന് തോന്നുന്നു ഡ്രോയറായിട്ട് വരുന്നത്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇത് വാങ്ങിക്കണമെന്ന്. കാരണം പലയിടത്തും കണ്ടിട്ടുണ്ട് ഇത്. പക്ഷേ ഇത് എങ്ങനെ ഇതിൻ്റെ സംഭവം ഒന്നും അറിയത്തില്ലായിരുന്നു. കണ്ടിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഫിറ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നമുക്കിതേപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അമ്മൂസിൻ്റെ കൈയൊക്കെ ഒടിഞ്ഞിരിക്കുന്നത്. ഇതൊരു പഴയ വീഡിയോ കേട്ടോ. അമ്മൂസിൻ്റെ കൈയൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്. വീണതാണ്. ബോൾ തട്ടി ഒരു വീഴ്ച വീണിട്ട് കൈക്ക് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. ഇപ്പം പ്ലാസ്റ്റർ ഇട്ടേക്കുവാണ്. എങ്കിലും ആൾ വെറുതെ അടങ്ങിയിരിക്കത്തൊന്നുമില്ല. എല്ലാത്തിനും പോയി കൈയിടും. അടുത്ത് ഇനി ഒടിക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അപ്പം ഇതിനകത്ത് ഇതിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു ഗിഫ്റ്റ് കൂപ്പൺ പോലെ എന്തൊരു സാധനമുണ്ട്. അമ്മൂസിൻ്റെ കൈ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട കാരണം നമുക്ക് നല്ല ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല. അവളുടെ ഉടുപ്പെല്ലാം കട്ട് ചെയ്തിട്ട് മണ്ടേ കൂടെ ഒരു വള്ളി കെട്ടിയിട്ടൊക്കെയാണ് പുള്ളിക്കാരി ഇടിക്കുന്നത്. കൈ ഇങ്ങനെ വെച്ചേക്കുന്ന കാരണം ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഏകദേശം നമുക്ക് സ്റ്റാൻഡ് അതിൻ്റെ റെഡിയാക്കിയിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ടു ഇതിങ്ങനെ ചെയ്യാനായിട്ട്. ഇനി ഓരോ സ്റ്റാൻഡിനകത്ത് ഈ ഡ്രോയർ ഇങ്ങനെ കെട്ടിയിട്ട് കൊടുത്താൽ മതി. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. നമുക്ക് ഈ കച്ചറയിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം പിറക്കി നമുക്ക് അടുക്കി വെക്കാനൊക്കെ പറ്റും. ഇപ്പം മെയിനായിട്ട് അമ്മൂസിൻ്റെ സാധനങ്ങൾ വെക്കാൻ, അവളുടെ മാല, വള, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് വാങ്ങിയത്. വലിച്ചു വാരി കിടക്കാതെ ഒന്ന് ഒതുങ്ങിയിരിക്കും. നല്ല രസമാണ്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നമുക്ക് കളറൊക്കെ ഇഷ്ടാനുസരണം ഡിസൈൻ ചെയ്ത് വെക്കാം. ഇത് വലിയ സ്ഥലമില്ല. ഏകദേശം ഒരു 5 അടിയോളം വലിപ്പമുണ്ട്. ഒരു 6 ഡ്രോയർ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഇതിന് വലിയ വിലയൊന്നുമില്ല. 500 തൊട്ട് ഇത് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരു 1000 രൂപ വരെ ഉണ്ട്. ഇതൊരു 550 രൂപയുടെയാണ്. ഇത് വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ബായ്.